ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു വെരി ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ ആൻഡ് എ വെരി ക്വിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റായിട്ടാണ് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ ഒരു ദിവസം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. കുറച്ച് ജീരകവും കുറച്ച് ഫെനുഗ്രീക്കും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ രാവിലെ കുടിക്കാറ്. എന്നിട്ട് ഇവിടെ റൂമിൽ വന്ന് ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് കുടിക്കുക. പിന്നെ സുനിലിന് ഇങ്ങനത്തെ ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും, പ്ലെയിൻ ചൂടുവെള്ളം, അല്ലാതെ വേറെ ഒന്നും കുടിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വെള്ളം കുടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചായ അല്ലെങ്കിൽ കോഫി ഇടാമെന്ന് വിചാരിച്ചു. സോ സിൻസ് ടുഡേ ഈസ് എ സൺഡേ, ഞങ്ങൾ എല്ലാ വീക്കെൻഡ്സും ബീറ്റ് സാറ്റർഡേ ഓർ സൺഡേ ഓർ എനി പബ്ലിക് ഹോളിഡേയ്സ് വന്നാലും ഞങ്ങൾ പുറത്ത് ഇറങ്ങുന്ന ആൾക്കാരാണ്. വീട്ടിലിരിക്കൽ ഭയങ്കര കുറവാണ്. അത് ഈവൻ കീത്തു വന്നതിന് ശേഷം ഞങ്ങൾ അതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. സോ നമുക്ക് എന്തായാലും കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ന്യൂസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് നടന്ന് വരണ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കീത്തു എണീറ്റു. അപ്പം ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്ത് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 10-15 ആവാറായി. പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോകാം. സോ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കീത്തോ റെഡിയായി, സൊന്നിലൊക്കെ റെഡിയാണ്. സോ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് ഡിസ്റ്റൻസിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കഴിച്ചത് സെറ്റ് ദോശ കഴിച്ചു, ഉഴുന്നുവട കഴിച്ചു, പിന്നെ ഗീ റോസ്റ്റ്. ഇത് മൂന്നുമാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും വാങ്ങി കഴിച്ചു. അങ്ങനെ അവിടുന്ന് നല്ലൊരു ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് നേരം റിലാക്സ് ചെയ്തു. നല്ല അടിപൊളി കാറ്റും മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഈ മഴയത്ത് കുടയൊക്കെ പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ഒരു ഡാൻസ് റിഹേഴ്സൽ ഉണ്ട്. ഇവിടെ ജന്മാഷ്ടമിക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിന് ഞങ്ങളുടെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അന്ന് നടക്കാൻ പോകുന്ന എല്ലാ ഡാൻസുകളുടെയും സ്കിറ്റ്സിൻ്റെയും ഒക്കെ ഒരു റിഹേഴ്സൽ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 4-4:30 ആയി. അപ്പോൾ സുനിൽ ഓൾറെഡി കീത്തുവിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ബാൽക്കണിയിൽ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാൻ. പിന്നെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ കീത്തു മെല്ലെ എണീറ്റു. അപ്പോൾ അവൾ എണീറ്റ ഉടനെ ഫസ്റ്റ് ചോദിക്കണത് ഫുഡാണ്. അപ്പോൾ അത് ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഢോക്ല വാങ്ങിയതാണ്. ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെൻറ്റിലുള്ള അവർ ഗുജറാത്തീസാണ്. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. സോ അവരിത് ഉണ്ടാക്കിയിട്ട് ദേ ആർ സെല്ലിങ് ഇറ്റ്. അപ്പോൾ ഒരു ബോക്സ് വാങ്ങി. ഞാനത് ആദ്യമായിട്ട് ഇതല്ല, ഇതിന് മുന്നേ ഒരു പ്രാവശ്യം, അതായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഢോക്ല കഴിച്ചത്. അതൊരു ലാസ്റ്റ് മന്തോ തോന്നുന്നു. സോ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ അന്ന് കീത്തു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് വാങ്ങിയിട്ട് കീത്തുന് കുറച്ച് ട്രൈ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് കുക്കിങ്ങിനുള്ള പരിപാടികൾ തുടങ്ങിയത്. ഉള്ളി മുറിക്കലൊരു ടാസ്ക്കാണ് കേട്ടോ. ജസ്റ്റ് ഈ തൊലി എടുക്കാനേ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നീറാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ തൊലി മാറ്റിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കും. ഒരു 10 മിനിറ്റ്സ് വെള്ളത്തിൽ ഹാഫ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പിന്നെ വെള്ളമൊന്നും വരില്ല. കണ്ണന് എന്താ അമ്മ ആയിട്ടില്ല, അമ്മ ഉണ്ടാക്കുന്നേ ഉള്ളൂ. നമ്മളിന്ന് ഡിന്നറിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊറോട്ടയും ബീഫ് കറിയാണ്. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. ബീഫ് കറി സുനിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ എൻ്റെ വക, ലൈക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കും. 4
വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, 4 വെല്ലുള്ളിയും പിന്നെ ഒരു 3 തക്കാളി. എനിക്കിതിൻ്റെ റെസിപ്പി ഒന്നും അറിയില്ല. ഞാനിതൊക്കെ എന്നോട് ഇതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടോ? കുട്ടികളെ ഒന്ന് സോ പറഞ്ഞു വന്നത്, കുട്ടികളിങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇടയിൽ വരികയാണെങ്കിൽ, ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ, കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലൊക്കെ കയ്യിലെടുത്ത് കൊടുക്കുക. അപ്പോൾ അത് വെച്ച് അതൊരു 10 മിനിറ്റ് കഴിക്കും. പിന്നെ അത് ബോറടിക്കുമ്പോൾ പിന്നെയും വരും. അപ്പോൾ നമ്മൾ പിന്നെയും കയ്യിൽ എന്താ കിട്ടുന്നത് വെച്ചാൽ കയ്യിലെടുത്ത് കൊടുക്കും. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം ഒരു ടെക്നിക്കാണ്, ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്. പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടു വരുമ്പോൾ ഇതെല്ലാവരും ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സവാള വെള്ളത്തിലിട്ട് വെച്ചു. ready. Kitu is ready. Kitu is ready. Hi. Kitu para hi para. Hi. Bye. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങി. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു, ബട്ട് കുഴപ്പമില്ല. അതിനൊപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. അവിടെ അവർക്കൊരു പെറ്റ് പാരറ്റ് ഉണ്ട്, അതിൻ്റെ പേര് ടുട്ടു എന്നാണ്. അപ്പോൾ ടുട്ടുവിനെ ഒന്നും കീത്തുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അവിടുന്ന് പിന്നെ വേറെ എവിടെയും പോകാൻ നിന്നില്ല. അവിടുന്ന് നേരിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് കീത്തുവിൻ്റെ ഡിന്നർ പ്രിപ്പയർ ചെയ്തു, അവൾക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ കീത്തുവിന് ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈഡ് ബൈ സൈഡ് അവിടെ ഒരാൾ കിച്ചണിൽ ഡിന്നർ പ്രിപ്പറേഷൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ ഡിന്നറും കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയാവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ കീത്തുവിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവളുടെ സമയമായപ്പോൾ അവൾ ഫ്ലാറ്റായി. അപ്പോൾ അവളെ ഉറക്കി കിടത്തി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി ഇരിക്കുന്നു സ്റ്റൗവിൻ്റെ മേലെ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു, ഒരു സിനിമയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു സൺഡേ പോയത്. എ വെരി സിമ്പിൾ ആൻഡ് റിലാക്സിങ് വീക്കെൻഡ്. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങട്ടെ, നാളത്തെ അങ്കംവെട്ടിന് എണീക്കാനുള്ളതാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.